ആളുകൾ ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ? ആൾക്കാർക്ക് എപ്പോഴും കേൾക്കാൻ എന്നെ കാണുമ്പോഴേ അവർക്ക് ഓർമ്മ വരുന്ന പഴനിയപ്പയാണ്. അത് റിയാലിറ്റി ഷോയിൽ പാടി ഒരുപാട് പേരുടെ ഹൃദയം കീഴടക്കിയതാണ്. അപ്പൊ അതാണ് എന്നെ കാണുമ്പോൾ ചോദിക്കണം. പക്ഷെ ഇപ്പൊ സ്റ്റേജുകളിൽ അവർക്ക് 1-2 സെമി ക്ലാസിക്കൽ പാട്ട് മതി. ബാക്കിയൊക്കെ അവർക്ക് ഇങ്ങനെ ഡാൻസ് അടിപൊളി പാട്ടുകൾ വേണം. ഞാനിപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലെ കീമോയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് പഠിച്ച് പാടുന്ന ഒരു സിനിമാ പാട്ടുണ്ട്. അത് പാടിത്തരാം. കാരണം എൻ്റെ വാശിയായിരുന്നു, ക്യാൻസറിൻ്റെ അടുത്ത് എനിക്കുള്ള വാശിയായിരുന്നു പാടി തിരിച്ചു വരണം എന്നുള്ളത്. ശരി, ആ പാട്ട് കേൾക്കാം. அவ்வாறு நோக்கினார் எவ்வாறு நாடுவே கண்ணாடி முன்னின்று பார்த்து கொண்டே ஒன்றாக செய்திட 100 நாடகம் ஒத்திகைகள் செய்து எதிர்பார்த்திருந்தேன். எதிர்பாராமலே அவன் எதிர்பாராமலே பின்னிருந்து வந்து என்னை பம்பரம சுழற்றி விட்டு உலகுண்ட பெருவாயில் எந்த வாயோடு வாய்ப்பதித்தான். உன்னை காணாத நான் என்று நான் இல்லை, விதையில்லாமல் இல்லையே. நிதம் காண்கின்றவான் கூட நிஜமல்ல, இதோ சேர்க்கும் கனா கூட சுகமல்ல, நீலாவல் ഈ പാട്ടാണ് നമ്മൾ കീമോ കഴിഞ്ഞ് പഠിച്ചു പാടിയത്. അത് ഗംഭീരമായിട്ട് പാടാനും പറ്റിയല്ലേ? ഞാൻ ഈ പാട്ട് പാടി ഫേസ്ബുക്കിൽ ഇടുമ്പോഴാണ് എല്ലാവരും പറയുന്നത് എനിക്ക് ക്യാൻസർ ആണ്. അതുവരെ ഞാനായിട്ട് പറഞ്ഞതാണ് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും. നിങ്ങളായിട്ട് ഇപ്പോൾ ആരുടെ അടുത്തും പറയണ്ട, ഞാൻ വന്നിട്ട് എനിക്ക് പറയണം ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. കാരണം ഞാൻ കാണുന്ന കൂടുതൽ പേരും അവർക്ക് ക്യാൻസർ എന്താണെന്ന് പുറത്ത് പറയാൻ താല്പര്യമില്ല. കാരണം സമൂഹം ജഡ്ജ് ചെയ്യും നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെ സമൂഹം ജഡ്ജ് ചെയ്യും. സമൂഹത്തിന് ഇപ്പോഴും ഉള്ള കാഴ്ചപ്പാട് ക്യാൻസർ വന്നാൽ തീർന്നു, മരിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് ആരും പുറത്തു പറയില്ല. പക്ഷെ അവരുടെ മുമ്പിൽ ഒന്നും അല്ല എന്ന് കാണിച്ചു കൊടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞോളാം ഞാൻ ക്യാൻസർ സർവൈവറാണ്. പക്ഷെ എനിക്കത് ഇപ്പോഴും പ്രൗഡാണ്. ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മളൊരു സ്റ്റേജിൽ കയറി എൻജോയ് ചെയ്യാൻ പലർക്കും മടിയാണ്. പാട്ടൊക്കെ കേട്ടാലും കൈയടിക്കണോ വേണ്ടേന്ന് അവരിങ്ങനെ ആലോചിക്കും. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയും, കാരണം നമുക്ക് എൻജോയ് ചെയ്യാൻ വളരെ കുറച്ച് നിമിഷങ്ങളെ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ എൻജോയ് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നാളെ സന്തോഷിക്കാം എന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല. നാളെ എന്താവും എന്നുള്ളത് നമ്മൾ എഴുതി വെക്കണമല്ലല്ലോ. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ അവന് ഭയങ്കര ചേഞ്ചായി, സംസാരം വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നു. അവന് ഞങ്ങൾക്ക് ഇപ്പോഴും ആ ചെറിയ കുട്ടിയാണ്, പക്ഷെ ഇപ്പൊ കോളേജിലേക്ക് എത്തിയിരിക്കുന്നു. കോളേജിലെ കാര്യങ്ങൾ പറയൂ. കോളേജിലേക്കൊക്കെ എത്തി പ്രണയമൊക്കെ ഉണ്ടോ? അയ്യോ ഇല്ല. അയ്യോ ഇല്ല. എന്താണ് അവിടുത്തെ ഒരു വൈബൊക്കെ എങ്ങനെയാ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? കോളേജ് വൈബ് കിട്ടണ ഒരിടം. ഇത് നമ്മുടെ സംഗീത കോളേജിൽ സ്വാതന്ത്ര്യനാൾ മ്യൂസിക് കോളേജാണ്. അപ്പോൾ കുറച്ച് ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷമാണ്. പിന്നെ ആകെ 5 ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ. മ്യൂസിക്, ഡാൻസ്, വീണ, വയലിൻ, മൃദംഗം, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികളും കുറവാണ്. മൊത്തം കോളേജിലെ പിള്ളേരെടുത്തു കഴിഞ്ഞാൽ ഒരു 250-നകത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പിന്നെ നല്ല അധ്യാപകരുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. അപ്പൊ നമ്മുടെ ഈ മുഴുവൻ സ്ട്രെങ്തിലും എൻജോയ്മെന്റ് വരുന്നത് വെളിയിൽ പ്രോഗ്രാംസിന് പോകുമ്പോഴാണ്? അല്ല, എൻ്റെ ക്ലാസ്സിലുള്ള ഞാൻ 5 വർഷം സ്കൂളിൽ പോയിട്ടില്ല. അപ്പം എനിക്ക് സ്കൂൾ ഫ്രണ്ട്സ് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കുറേ നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടിയത് കോളേജിൽ വന്നിട്ടാണ്. കുറേ നല്ല ചേട്ടന്മാരെ കിട്ടി, ചേച്ചിമാരുണ്ട്, പിന്നെ എൻ്റെ ഏജിലുള്ളവർ തന്നെ കുറേ പേരുണ്ട്. നമുക്കൊരു സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത് അറിയിച്ചത്, അല്ലെങ്കിൽ പിന്നീട് പാട്ട് പാടിയിട്ടതും അവർ അംഗീകരിച്ചതും ഒക്കെ. അപ്പൊ അതിനകത്ത് സോഷ്യൽ മീഡിയയുടെ പങ്ക് വളരെ വലുതാണല്ലോ അല്ലെ? അതിലെങ്ങനെയാ ഇപ്പം ഭയങ്കര സജീവമായിട്ട് നിൽക്കുന്നു? ഹാൻഡിൽ ചെയ്യുന്നത് അച്ഛനാണോ? സത്യത്തിൽ പലർക്കും അറിഞ്ഞൂടാത്ത ആ കാര്യം സുഹൃത്തുക്കളെ. ഹാൻഡിൽ ചെയ്യണത് അച്ഛനാണെന്നല്ല, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കൊടുത്തേക്കുന്ന ഫോൺ നമ്പർ അച്ഛൻ്റെ. കണ്ടോ അതെന്തിനാ അങ്ങനെ? കോളേജിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ അവര് ആഗ്രഹിച്ച എത്ര ആളുകൾ
അല്ല, ഇത് അച്ഛനെ ഇപ്പൊ എന്നെ കിട്ടാൻ വേണ്ടിട്ട് അച്ഛനെ വിളിച്ചാലും മെസ്സേജ് അയച്ചാലും ഞാൻ അറിയുന്നുണ്ട്. പിന്നെ അച്ഛനായിട്ട് ഭയങ്കര കൂട്ടാണല്ലേ? അച്ഛൻ കമ്പനിയാണ്. അപ്പൊ പറയോ ഇങ്ങനെ ഒരു പയ്യൻ അന്വേഷിച്ച് മെസ്സേജ് അയച്ചിരുന്നു? അല്ല, അങ്ങനത്തെ മെസ്സേജ് വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് പറയണത്, ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം എനിക്ക് വേറെ ഏതെങ്കിലും വഴി ഇത് വരും. പിന്നെ അല്ലാതെ ഇപ്പോൾ ഇഷ്ടമുള്ള ആന്റിമാരോ അങ്കിൾമാരോ അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെടുത്ത് സംസാരിക്കാൻ വേണ്ടി വിളിക്കണ കുറെ പേരുണ്ട്. അപ്പൊ അവരൊക്കെ വിളിക്കുമ്പോഴത്തേക്കും അച്ഛൻ ഫോണിൽ നിന്ന് ഞാനും സംസാരിക്കാറുണ്ട്, മെസ്സേജുകൾക്ക് റിപ്ലൈ എടുക്കാറുണ്ട്. പിന്നെ അല്ലാതെ കച്ചറ മെസ്സേജ് അയക്കണ കുറെ പേരുണ്ട്. അതെന്താ ഈ കച്ചറ മെസ്സേജ്? ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കച്ചറയാണോ? കച്ചറല്ല, എന്നാലും പ്രണയത്തോട് ഒട്ടും താല്പര്യമില്ല? അങ്ങനെയല്ല, ഇപ്പൊ താല്പര്യമില്ല. പക്ഷെ നമുക്കൊരു പാട്ട് പാടിയല്ലോ, ഒരു പ്രണയ ഗാനം. അയ്യോ, അവനിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രണയം. അല്ല, എന്നെ സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ തിരിച്ച് എല്ലാരെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പ്രണയിക്കാൻ ഇപ്പൊ ഒരാളുടെ അടുത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന സ്നേഹത്തിനോട് എനിക്ക് ഇപ്പൊ താല്പര്യമില്ല. ശരി ശരി, വലിയ വിഷയമാണ്, ഞാൻ വരുന്നില്ല. എന്തായാലും പാട്ട് പാടാം. മേഘം തിരந்து கொண்டு மண்ணில் இறங்கி வந்து மார்பில் ஒளிந்து கொள்ள வா வா, மார்பில் ஒளிந்து கொண்டால் மாறன் வரும், கூந்தலில் ஒளிந்து கொள்ள வாரவா, என் கூந்தை தேவன் தூங்கும் பள்ளியறையா, மலர் சூடும் வயதில் என்னை மறந்து போவது தான் உரை, நினைக்காத நீரோ இல்லை காதல் ரதி ரதி, உன் பேரை சொன்னால் போதும் என்று விழிடும் காதல் நதி, என் சுவாசம் உன் மூச்சில், உன் வார்த்தையின் பேச்சில், ஐந்தாக நூற்றாண்டு வாழ்வோம் வாழ்வே வா, மலர்களே மலர்களே இது என்ன கனவா, மலைகளே மலைகளே இது என்ன நினைவா, உரையாதே உள்ளம் பெரியாதே விழி வெள்ளம், விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான் வா. ഇങ്ങനെ പാടി എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കുക എൻ്റെ അവനി? അപ്പോൾ ഒരുപാട് സ്നേഹം. നമ്മുടെ ഈ ഒരു സമയം കഴിഞ്ഞു പോയത് അറിഞ്ഞേയില്ല. 10-20 മിനിറ്റ് അങ്ങനെ പെട്ടെന്ന് പോയി. 3 പാട്ടേ പാടാൻ പറ്റുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നേരത്തെ സംസാരിച്ച ഇൻ്റർവ്യൂസിലൊക്കെ ചോദിച്ച കാര്യങ്ങൾ ചോദിക്കാതെ ഞാൻ കുറച്ച് പുതിയ കാര്യങ്ങൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ പെട്ടെന്ന് സമയം പോയി. എല്ലാവിധ ആശംസകളും. മുന്നോട്ട് ഒരുപാട് പോകാൻ കഴിയട്ടെ. താങ്ക് യു. എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൻ എന്ത് പറയും പെട്ടെന്ന്? സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ വിചാരിക്കണ പോലെയുള്ള ലൈഫ് പോണത്. അത് റിയലൈസ് ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ എങ്ങനെയാണോ ലൈഫ് പോണത് അതിൽ സന്തോഷമായിട്ട് പോകാൻ പറ്റണം. അതിനെ എന്ത് പ്രശ്നം വന്നാലും നമുക്കതിനെ നേരിടാൻ പറ്റണം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. ഒപ്പം തന്നെ അശ്വതി ചേച്ചിക്കും ന്യൂസ് 18 ചാനലിൻ്റെ എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. കാരണം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച് അവനി.